ഈ റിവ്യൂവിനകത്ത് നമ്മൾ സ്പോയിലേഴ്സ് ഒന്നും തരാത്ത രീതിയിലായിരിക്കും സംസാരിക്കുക. സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങിക്കഴിഞ്ഞിട്ടും എല്ലാം ഭയങ്കര ഹൈപ്പാണ്. ടിക്കറ്റ് കിട്ടാനില്ല, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഭാഗ്യത്തിന് എന്തോ രീതിയിൽ നമുക്ക് ടിക്കറ്റ് കിട്ടി. അതിന് സഹായിച്ച എൻ്റെ കൂട്ടുകാരോട് എല്ലാം ഒത്തിരി നന്ദി പറയുന്നു. ഇപ്പം ടിക്കറ്റ് കിട്ടി, നമ്മൾ സിനിമ കണ്ടു. സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ഫ്ലോയിൽ നമുക്ക് ഒരു ലാഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. 3 മണിക്കൂറുള്ള സിനിമയാണെങ്കിലും നല്ല രീതിയിൽ അതിൻ്റെ ആ കഥയുടെ ഫേസ് ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, സിനിമ 5-6 രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തു. അപ്പം അതിൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക് എല്ലാം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ ആക്ടർ നമ്മളോട് എന്താണോ പറഞ്ഞേക്കുന്നത്, ഞാൻ കുറേ ഇൻ്റർവ്യൂസ് വാച്ച് ചെയ്തു, ഫോളോ ചെയ്തു. അപ്പോൾ അതിനകത്തെല്ലാം പൃഥ്വിരാജ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമയുടെ 100% നീതി പുലർത്തിയിട്ടുണ്ട്. കണ്ടൻറ്റാണ് കാര്യം, കണ്ടൻറ്റ് ആവശ്യമുള്ള രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് ഇത്ര ബഡ്ജറ്റ് വരുന്നു, കാര്യങ്ങളൊക്കെ ശരിയാണ്, എന്നാലും കണ്ടൻറ്റ് ആവശ്യപ്പെട്ടതേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു മലയാളം സിനിമ കണ്ട് തിയേറ്ററിൽ ഇരിക്കുക എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയതേയില്ല. സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ശരിക്കും ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്താ കാണിച്ചേക്കുന്നത്, ദീപക് ദേവ് ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കേൾക്കുന്ന ടൈപ്പ് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഞാൻ കണ്ട ഒരു സാധാ തിയേറ്ററിലാണ്, ഡോൾബി സൗണ്ടേ ഉള്ളൂ, അറ്റ്മോസ് കാര്യങ്ങളോ ഇമാക്സ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള തിയേറ്ററുകളിലൊക്കെ കാണാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും പോയി കാണുക. എനിക്ക് ഇവിടെ അങ്ങനത്തെ തിയേറ്ററിൽ പടം ഇറങ്ങുന്നില്ല, അപ്പോൾ അതിനുള്ളൊരു നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു തിയേറ്ററിൽ കണ്ടത്. പക്ഷേ സ്റ്റിൽ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഓരോ പീസ് ഓഫ് മൂവിയും നമുക്ക്, അതേപോലെ സുജിത് വാസുദേവിൻ്റെ സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല. നമുക്ക് ഇപ്പോൾ ഇതൊരു കമ്പ്യൂട്ടറിൽ കാണുകയാണെങ്കിൽ ഓരോ ഷോട്ട് ബൈ ഷോട്ട് നമുക്കിങ്ങനെ പോസ്റ്റ് ചെയ്തിങ്ങനെ നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. ആ ഒരു രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. കളർ ഗ്രേഡിങ് ആണെങ്കിൽ എഡിറ്റിങ് എടുത്ത് പറയണം, എഡിറ്റിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൗണ്ട് മിക്സിങ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഗ്രാഫിക്സ് ഭയങ്കര കുറവാണ് ഉപയോഗിച്ചേക്കുന്നത്. മിക്ക ഈ സ്ഫോടന രംഗങ്ങളെല്ലാം ഒറിജിനലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം അത് ആ ഒരു ഒറിജിനാലിറ്റി ആ സിനിമയ്ക്കുണ്ട്. അവർ നല്ല ടൈം എടുത്ത് ചെയ്ത വിഷ്വൽ എഫക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പം നമുക്കിപ്പം ഈ അടുത്ത് വന്ന കുറേ തമിഴ് സിനിമകൾ എല്ലാം കുറേ ഹൈപ്പ് വെച്ചിട്ട സിനിമകൾ, തമിഴായിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ, എല്ലാ സിനിമയ്ക്കകത്തും നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഫോൾസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിനകത്ത് ആ കാര്യത്തിൽ രാജുവേട്ട ഒന്നുമില്ല, സൂപ്പറാണ്. പടത്തിനകത്തൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും എനിക്കൊരു മിസ്റ്റേക്കില്ല, അത്ര നന്നായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ മരണമാസ് പെർഫോമൻസാണ്. ലാലേട്ടന് ഈ സിനിമയിൽ സ്ക്രീൻ പ്രസൻസ് എല്ലാവർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലാലേട്ടൻ പടമല്ല, ഒരു ടോവിനോ പടമല്ല, ഒരു പൃഥ്വിരാജ് പടമല്ല, ഒരു മഞ്ജു വാര്യർ പടമല്ല. മഞ്ജു വാര്യർ ഒരു കലക്കിയിട്ടുണ്ട്. മഞ്ജു വാര്യറിൻ്റെ നമുക്കറിയാം, ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൽ മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടർ ഒരു സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. ഇതിനകത്ത് വന്നപ്പോൾ ആ സെയിം ക്യാരക്ടറിനെ ഇച്ചിരി കൂടെ സ്ട്രോങ്ങർ ആക്കിയിട്ടുണ്ട്. ആ മഞ്ജു വാര്യറിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും ഈ പ്രായത്തിൽ മഞ്ജു വാര്യർ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ആ പ്രായമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റണേ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. മഞ്ജു വാര്യറിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ടൊവിനോൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ നല്ലതാണ്. അഭിമന്യു സിംഗ് നമ്മുടെ ഹിന്ദിയിലെ നടൻ വന്നിട്ടുണ്ട്. പുള്ളിക്ക് പടത്തിൽ അത്യാവശ്യം ഒരു നെഗ് റോളാണ്. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പയ്യനായിട്ട് അഭിനയിക്കുന്ന ഒരു ആളുണ്ട്. ആളുടെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഇച്ചിരി സ്പോയിലറോ. അപ്പോൾ ഒരു പയ്യനായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്. ഞാൻ എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ അതിനകത്ത് പൃഥ്വിരാജ് പറയണ്ടായിരുന്നു, സലാർ മൂവിയിൽ ആളുടെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് മൂവിയിൽ കൊണ്ടുവന്നത്, നല്ല പെർഫോമറാണ് എന്നൊക്കെ പറയുന്നത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു പൃഥ്വിരാജ് അത് പറഞ്ഞത് കറക്റ്റാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോറി പേരറിയില്ല പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ നല്ല അഭിനയമായിരുന്നു. ഓവറോൾ എല്ലാവരുടെയും, പൃഥ്വിരാജിൻ്റെ റോളായിക്കോട്ടെ, മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ, മഞ്ജു വാര്യറിൻ്റെ ആയിക്കോട്ടെ, ടോവിനോൻ്റെ ആയിക്കോട്ടെ, എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു പെർഫോമൻസ്, നന്ദുവിൻ്റെ പെർഫോമൻസ് എനിക്കിഷ്ടമായി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സീനുകളെ ഉള്ളെങ്കിലും ചെയ്ത സീനുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
ഓവറോൾ സിനിമ മൊത്തത്തിൽ സൂപ്പറാണ്, കളറാണ്. എനിക്ക് മലയാളികളോടെല്ലാം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ നിങ്ങൾ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു കാര്യമൊന്നും കേൾക്കരുത്. നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു ഇത്രയും വലിയൊരു സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ആ ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഞാൻ പറയുക. അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ നമുക്ക് എപ്പോഴും ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ മാത്രം പോരാ, ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു ആക്ഷൻ മസാല ടൈപ്പ് പടങ്ങൾ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനത്തെ സിനിമകൾ തിയേറ്ററിൽ കൂടുതൽ കാണണം. അപ്പം എല്ലാവരും ആ സിനിമ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. തിയേറ്റർ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് മുടക്കിയ പൈസയൊക്കെ പടത്തിന് തിരിച്ചു കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമുക്ക് L3 വരുമ്പോൾ ഇതിനേക്കാളും ഗംഭീര സ്ക്രീനിൽ കാണാം. ഐ മീൻ വലിയൊരു ക്യാൻവാസ് സൈസിലായിരിക്കും പടം വരിക. L1 to L2 ഭയങ്കര വ്യത്യാസമാണ് ക്യാൻവാസിൻ്റെ രീതിയിൽ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തോ അതിൽ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല സൂപ്പർ രീതിയിലാണ് ഒരു പടത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആയത്. മൊത്തത്തിൽ പടം സൂപ്പർ. ഇതിനകത്ത് ഞാൻ എടുത്ത് പറയേണ്ട ഒരാൾ മുരളി ഗോപിയാണ്. മുരളി ഗോപിൻ്റെ റൈറ്റിംഗ് ആസ് യൂഷ്വൽ സൂപ്പറാണ്. നമ്മൾ കഥയിൽ കൂടെ കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ. ഇപ്പം നമുക്ക് ചെറിയൊരു കളിയാക്കൽ ആണെങ്കിലും ശരി, അതേസമയം ഒരു തിന്മ കാണിച്ചു തരുവാണെങ്കിലും ഒരു നന്മ കാണിച്ചു തരുവാണെങ്കിലും അത് കഥയിലൂടെ അതൊരു വ്യത്യസ്തമായ രീതിയിൽ അത് പറയുന്ന ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിന്. അത് നല്ല രീതിയിൽ ഈ സിനിമയിലും കാണാൻ കഴിയും. നമ്മൾ ഒരു ലൂസിഫർ 1 പ്രതീക്ഷിച്ച് 2 കാണാൻ പോകരുത്. അതേ സമയത്ത് ഈ സിനിമ L1 മെച്ചവുമല്ല കുറവുമല്ല, ഏകദേശം സെയിം ലെവലാണ്. നമ്മളിപ്പോൾ പുഷ്പയൊക്കെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടൊക്കെ എന്തോ പുഷ്പ 1 ഹിറ്റായതുകൊണ്ട് കുറേ മസാലയൊക്കെ അടിച്ച് കയറ്റി നശിപ്പിച്ച പോലെ എനിക്ക് തോന്നിയത്. ഇത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. ഈ പടം ഈ സീക്വൽ ശരിക്കും അവർ ആ സീക്വൽ ആവശ്യമുണ്ട് ആ സിനിമയ്ക്ക്, അതിനു വേണ്ടി ചെയ്തതാണ്. ഇതിൻ്റെ അവസാനമൊക്കെ അവരൊരു രീതിയിൽ ഇങ്ങനെ പടം നിർത്തുന്നുണ്ട്. ഞാൻ അധികം സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇനിയും കാണാൻ ഇരിക്കുന്നവരുടെ ഇത് കളയുന്നില്ല. അപ്പം നിങ്ങൾ ഇത് തിയേറ്ററിൽ കാണാൻ പറ്റുകയാണെങ്കിൽ പോയി കാണുക. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. OTTയിലൊക്കെ കാണുന്നതിനേക്കാളും നല്ല ഫീല് തിയേറ്ററിലുണ്ട്. അപ്പം ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോക്ക് ഒരു തംസപ്പ് തരണം. നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ കാണാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.